ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പുതിയ തുടക്കങ്ങളും അതുപോലെ തന്നെ അവസാനങ്ങളുമാണ് നമ്മൾ ഈ റീഡിങ്ങിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകൾ ഉണ്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പുതിയ തുടക്കങ്ങൾ, ആരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പുതിയ തുടക്കങ്ങൾ എന്തൊക്കെയാണ്, ആരംഭങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, clarify the 6 of swords. Thank you. Clarify king of cups. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ കൂടി സമാധാനം നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവെ ഓക്കെ നിങ്ങൾക്ക് ഒരു ഇമോഷണലി നിങ്ങൾ കുറേ കൂടെ ഒരു സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറേ കൂടി ഒരു ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നതായിട്ട് കാണുന്നു. മനസമാധാനം ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഓക്കെ, അതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കിവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് നിങ്ങളുടെ കരിയറിലായിരിക്കാം സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ കരിയറിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോലിയിൽ ഒരു മാറ്റം, ഒരു ഇതുപോലെ സമാധാനം നിറഞ്ഞൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നത്തിൽ വലിയൊരു വിജയം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വലിയൊരു വിജയം കാണുകയും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മനസ്സമാധാനം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയും ചെയ്യുന്നതിന്റെ ലക്ഷണമാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു കൃത്യമായൊരു ഐഡിയ ലഭിക്കുന്നു, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓക്കെ, അതാരെങ്കിലുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കാം. ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ പറയാ അവസരം കിട്ടുകയും ആ സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. ഓക്കെ, ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ഫുൾ പ്രൂഫ് ഐഡിയ എന്നൊക്കെ പറയാം. അത് ആ കിട്ടുന്ന ക്ലാരിറ്റി, ആ കിട്ടുന്ന ഐഡിയാസ് അത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാണ്. അതും അതങ്ങനെ കാണുന്നു. അല്ലെങ്കിൽ ചിലർക്ക് ഇതൊരു അവസരമായിട്ട് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന അവസരമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇത് നിങ്ങൾക്ക് ഇത് ഒരു നിങ്ങളെ ലൈം ലൈറ്റിൽ നിർത്തുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ ബേർഡൻ ആയി തോന്നുന്നത് നിങ്ങളുടെ കരിയറിൽ എസ്പെഷ്യലി, അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞ് കൂടുതൽ സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്കൊരു ഡ്രീം ജോബ് ഉണ്ട്, നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും വിഷമം വേണ്ട. ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആ പ്രയത്നം വലിയൊരു വിജയം കാണുന്നതിന്റെ എല്ലാ സൂചനകളും നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ലൈഫിൽ കുറേയും കൂടി ഇപ്പോൾ അതിനേക്കാൾ നിങ്ങൾ വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഈ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടേത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പുതിയ തുടക്കങ്ങൾ. ക്ലാരിഫൈ ദ 4 of swords. Clarify the Ace of Pentacles. Okay. യെസ്, കരിയറിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുന്നത്
കുറേ കൂടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നു, സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു എന്താ പറയാ, നിങ്ങളുടെ ചിന്തകളെല്ലാം, നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് തോട്ട്സ് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ജോലിയെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഒരുപാട് വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതൊന്നും ഒന്നുമല്ല എന്നുള്ളത്, ആ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, നിങ്ങൾ ആ ചിന്തിച്ചതൊക്കെ വെറുതെയാണ്, ഭയന്നതൊക്കെ വെറുതെയാണ് എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ റിയലൈസേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, കണ്ടോ, വളരെയധികം നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ആവുന്നത്. വളരെ റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്. അതൊരു പെർമനന്റ് ജോബ്, ഇപ്പൊ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ഥിരം ജോലി തന്നെ, സ്ഥിരം ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ആ ജോലിയിൽ പുതിയ ഒരു എന്താ പറയാ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കുറേം കൂടെ പ്ലാനിങ്ങോട് കൂടെ, ഓക്കെ, കുറേം കൂടെ ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടെ, വ്യക്തമായ ഒരു വിഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത്രയും നിങ്ങളിൽ എന്താ പറയണ്ടേ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടെ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ തേടി വരുന്നത്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജസ്. അപ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലുള്ള വിഷമത്തിന്റെയും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫ് വളരെയധികം നല്ല രീതിയിൽ മാറാനാണ് പോകുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങൾ വിടാതിരിക്കുക. ഓക്കെ ഓക്കെ നിങ്ങളുടെ എന്താ പറയണ്ടേ സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു ഉയർച്ചയെ കുറിച്ച് പറയുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ നേരിയ പുരോഗതി അല്ല കേട്ടോ, ഇത് വളരെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി, കാര്യമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അത്ര തൃപ്തികരമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട്, ഓക്കെ, വളരെ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാവുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്താ പറയാ വളരെയധികം ഒരു സമ്പത്തുള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു സമ്പത്തുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ മാറുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമ്പത്ത്, വെൽത്ത്, നിങ്ങൾ അങ്ങനെ ഒരു സമ്പാദ്യം തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ ഈ ഒരു സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള, അല്ലെങ്കിൽ സമ്പാദ്യം വേണം, ഒരു സാമ്പത്തിക സ്ഥിതി ഉയരണം എന്ന ഒരു ബോധ്യത്തോടെ, അല്ലെങ്കിൽ എന്നൊരു ലക്ഷ്യത്തോടെ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു സമ്പാദിച്ചു തുടങ്ങും. നിങ്ങൾ സമ്പാദ്യം ഉണ്ടാക്കി തുടങ്ങും. ആ വെൽത്ത് ക്രിയേഷൻ നിങ്ങൾ ആരംഭിക്കും. അതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ആ ഒരു വെൽത്ത് ക്രിയേഷൻ ഇങ്ങനെ കൂടി വരുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഓക്കെ, അത് ഇനി നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരും. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാനും നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള അവസരങ്ങൾ. ഓക്കെ, ആ അവസരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. പക്ഷെ ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കില്ല. ഓക്കെ, സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തിയാണ് പിന്നെ അങ്ങോട്ട് അനുഭവിക്കുക. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏക ഒരു ചാലഞ്ച്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പുതിയ തുടക്കങ്ങൾ. Clarify the 9 of Cups. Okay. Clarify 3 of Cups. Okay. ഓക്കെ, നമുക്ക് അവസാനമായി കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വർഷത്തിനപ്പുറമായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ വളരെ നാളായിട്ട് അതിനുവേണ്ടി ക്ഷമയോടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു അത്രയും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ.
ആ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിലാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിലൂടെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു എന്ന് കാണുന്നു. കുറേം കൂടെ ജീവിതത്തിൽ ഉയരുന്നതിനും ആ ഒരു ഏത് മേഖലയിലാണോ നിങ്ങൾ ഇപ്പോ ഈ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അതിൽ കൂടുതൽ ഉയരുന്നതിനും കൂടുതൽ ശോഭിക്കുന്നതിനും വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. പിന്നെ എന്താ പറയാ, അതിലൂടെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നു. എല്ലാത്തിനും ഉപരി അവിടെ എന്താ പറയണ്ടേ, ഒരു നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, ഓക്കെ, ഓരോ മൊമെന്റിലും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിന്റെ സാന്നിധ്യവും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ, വളരെ ഒരു വീണ്ടും ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ അത്രയും നാളായി കാത്തിരുന്ന നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയരാനും ശോഭിക്കാനുള്ള അവസരങ്ങൾ വരുന്നു. നിങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ, സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. കൂടാതെ നിങ്ങൾക്ക് ഓരോ സമയത്തും വേണ്ടുന്ന സപ്പോർട്ട് നൽകുന്നതിന്, നിങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നതിന് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പുതിയ തുടക്കങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സ് ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അധ്യായങ്ങൾ അവസാനിപ്പിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നു. Clarify the Ten of Swords. Clarify the Ten of Swords. Clarify the Nine of Pentacles. Clarify the Nine of Pentacles. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് വരുന്നത്. ഇത് എന്താ പറയാ, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ റെസനേറ്റ്സ്. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ. നിങ്ങൾ ഫ്രീ ആവാണ് ആക്ച്വലി അതിലൂടെ സംഭവിക്കുന്നത്. നിങ്ങൾ കുറേ കൂടി സ്വതന്ത്രരാകുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്ന ആ റൈറ്റ് ഫ്രണ്ട്സ്, റൈറ്റ് പാർട്ട്ണറിനെ അട്രാക്ട് ചെയ്യുന്നതിന് സ്പേസും നിങ്ങൾ അതിലൂടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം അവസാനിച്ചു പോകുന്ന എന്താണെങ്കിലും നിങ്ങൾ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതാണ്, ഒരുപാട് വേദന നൽകിയിട്ടുള്ള ഒരു കണക്ഷൻ ആണിത്. ഒരുപാട് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്ക് വേദനിച്ച കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അത്രയും സുഖകരമല്ലാത്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങളെ ഈശ്വരൻ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ അത് മോചിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അർഹിക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു സ്പേസ് ഉണ്ടാക്കും കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിങ്ങനെ അവസാനത്തിന്റെ വക്കിലായിരിക്കാം, നിങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് അത് ഒരു ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ ആ അവസാനത്തിനെ സ്വീകരിച്ചിട്ട് അത് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, clarify the Star. Clarify the Star. ഓക്കെ, അഗെയിൻ പിന്നീട് അവസാനിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന അത്രമേൽ നിങ്ങൾക്ക് ഹീലിംഗ് വേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് ജീവിതത്തിൽ ഏത് മേഖലയിലായിക്കോട്ടെ, ആ ഒരു നിങ്ങൾക്ക് അത്രയും ഹീലിംഗ് വേണ്ട. അവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സ്,
ഡിസഗ്രിമെന്റ്സ്, അങ്ങനെ മനസ്സിന് ഒട്ടും സ്വസ്ഥത നൽകാത്ത ഒരു ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു കണക്ഷൻ സാഹചര്യം ഒക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് പ്രാക്ടീസസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാണ്. ചിലപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇതുപോലെ സിമിലർ പാറ്റേൺസ്, സിമിലർ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ അത് ഇപ്രാവശ്യം നിങ്ങൾ ഹീലിംഗ് ചെയ്തിട്ട്, കൃത്യമായ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം, ഈ ഒരു ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയിൽ, ഓക്കെ, വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടമൊന്നും കാണുന്നില്ല. നിങ്ങൾ അതിനെ വളരെ പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങളുടെ ഇതിൽ നിൽക്കും തോറും നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥതയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവിലാണ് നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നത്. ഓക്കെ, ചിലർക്ക് ഇത് നിങ്ങളുടെ ജോലി ആയിരിക്കാം, മനസ്സിലായോ? ചിലർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കും, ചിലപ്പോൾ ബന്ധുക്കൾ, ഓക്കെ, ഫാമിലിയിൽ തന്നെയുള്ള ചിലരുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത് കട്ട് ചെയ്ത് കളയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. നിങ്ങൾ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. Clarify the Ten of Pentacles. Ten of Wands. Clarify the Ten of Wands. Ace of Cups. ഇത് മെയിൻ ആയിട്ട് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോങ് ടേം സീരിയസ് റിലേഷൻഷിപ്പ്, വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. പക്ഷേ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്തതായിട്ട് കാണുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളത് 100% കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളെടുത്ത എഫേർട്ടിന് നിങ്ങൾക്ക് തിരിച്ച് അതനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇല്ല ഈ കണക്ഷനിൽ. ഓക്കെ, ഇവിടെ നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുന്നത് ബെയർ മിനിമം ആണ്. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഫൈനലി ഈ ഒരു എന്താ പറയണ്ടേ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം കാലം ചെല്ലും തോറും, അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾക്ക് അതൊരു ഭാരമായിക്കൊണ്ടിരിക്കുക. കാരണം ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് പെരുമാറാൻ അവർ ശ്രമിക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ജേർണിയിലാകുന്നതായിട്ട് കാണുന്നു. ആ സെൽഫ് ലവ് ജേർണിയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിലായിരുന്നിരിക്കാം, ഇപ്പൊ ആയിട്ടുണ്ടാകാം, അപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ യൂസ് ചെയ്യാണ്, നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും, നിങ്ങൾ സ്വയം അത് നൽകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതും. ഓക്കെ, അപ്പൊ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കെയറിങ് നൽകുന്നത്, നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ടി, അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ കട്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അതായത് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിനെ അട്രാക്ട് ചെയ്യാൻ, ആരാണോ നിങ്ങളെടുക്കുന്ന എഫേർട്ട് അതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുന്നത്, ഓക്കെ, ആർക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നൽകാൻ പറ്റുന്നത്, ആ വ്യക്തിനെ അട്രാക്ട് ചെയ്യുന്നതിന്, ആ വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ അൺഹെൽത്തി ആയിട്ടുള്ള കണക്ഷനെ നിങ്ങൾ മാറ്റി വെക്കുകയാണ്, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുകയാണ്. ഇത് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല ഇവിടെ പറയണേ. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ അതിനുവേണ്ടി ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കളയുന്നു എന്നല്ല ഇവിടെ പറയണത്. ഇവിടെ വേറൊരു വ്യക്തിയൊന്നുമില്ല. നിങ്ങൾ തിരിച്ചറിയാണ് ഈ റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ
അത് അൺഹെൽത്തി ആണ്, നിങ്ങൾക്ക് അത് ടോക്സിക് ആണ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് തിരിച്ചെടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ബെയർ മിനിമം തന്നുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പോകെ നിങ്ങൾ അത് എതിർക്കാത്തതോ അതിൽ നിന്ന് വിട്ടുപോരാത്തത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആ സെൽഫ് ലവ് ജേർണിയിൽ ആയതിനു ശേഷമാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതേപോലെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ്. നിങ്ങളുടെ എഫേർട്സിനെ അക്നോളജ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ആ ഹെൽത്തി പാർട്ട്ണറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഓക്കെ, clarify the Knight of Pentacles. Clarify the Sun. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം, സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. കുറേ നാളായി പരിശ്രമിക്കുന്നു, ഒരു മാറ്റവും കാണുന്നില്ല. അപ്പൊ അവിടെ ഒരു വെറുപ്പും മടുപ്പും ഒക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ വഴിപാട് പോലെ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസം വരും അവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂട്ടീവ് ഡൗൺലോഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങോ സംഭവിക്കുന്നുണ്ട്. ആ അവിടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശരിയല്ല. നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ഭയത്തോടെ ഒരു ആശങ്കയോടെ ഒക്കെയാണ് നിങ്ങൾ എന്താ പറയണ്ടേ ഇതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട വികാരങ്ങൾ അതൊക്കെയാണ്. അത് ലോ വൈബ്രേഷനിലാണെന്ന് തിരിച്ചറിയുന്നു. ആ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ അത് തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ ആ ഒരു എനർജിയുടെ വർക്കിംഗ് എങ്ങനെയാണ്, എനർജി മെക്കാനിസം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ലോകത്ത് ഈ എനർജി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് അതിനെ മാറ്റിയെടുക്കാം, എനിക്ക് ഫേവറബിൾ എങ്ങനെയാക്കാം എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവുക. അത്തരത്തിലൊരു സ്പിരിച്വൽ നോളേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതൊരു യൂണിവേഴ്സ് തന്നെ തരുന്ന തിരിച്ചറിവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ സ്പിരിച്വൽ സെൻസിൽ സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളൊരു മെന്ററായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഷിഫ്റ്റ്, കാഴ്ചപ്പാടിൽ ഒരു ഷിഫ്റ്റ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഓക്കെ നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും, ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറഞ്ഞ് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിക്കൊണ്ട് ഒരു വിശ്വാസവും പ്രതീക്ഷയും വെച്ചുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു, നിങ്ങൾക്ക് ഈ അനാവശ്യ ചിന്തകൾ നിങ്ങളെ വിട്ടു പോകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മാറ്റം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ റിലീസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഈ ഒരു വർഷത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തുടക്കങ്ങളും അവസാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നത്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുകയാണ്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് കാണിച്ചു തരാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് നൽകുക. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം.
ഓക്കെ, മനസ്സിൽ വെക്കുക. ഈ ക്ലൂസ് നമുക്ക് ലഭിക്കുന്ന ഈ ക്ലൂസിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത് നിങ്ങളുടെ റീഡിംഗ് ആവാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജന്മനക്ഷത്രങ്ങൾ എടുക്കാം. ചോതി, ഉത്രം, ചിത്തിര, തൃക്കേട്ട, അശ്വതി, പൂരം. ഓക്കെ, ഇനി മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് വൃശ്ചികം, മിഥുനം, ചിങ്ങം, മീനം. ധനുരാശി കിട്ടിയിട്ടുണ്ട്. ഇനി ദിവസങ്ങൾ കിട്ടിയിട്ടുള്ളത് 5, 11, 21, 25. ഇനി അക്ഷരങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എൻ, യ, ന, ഭ, ച, ഔ, മ, ഥ, ഗ, ധ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ റീഡിംഗിൽ നമ്മൾ പുതിയ തുടക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവസാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ ക്ലൂസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പെർട്ടിക്കുലർ ഏരിയ, അത് ഇന്ന ഏരിയ, അതായത് കരിയറിൽ ഇങ്ങനെ സംഭവിക്കും, പ്രണയ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയല്ല നമ്മൾ പറയണത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈഫിൽ, ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മേഖലയിലത്തെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് എനർജി നമ്മൾ പറഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം പറയുന്നത്. അത് ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുക നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പൊ എന്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ റീഡിംഗും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ, ഏത് മേഖലയെ കുറിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, കരിയറിലാണ് അല്ലെങ്കിൽ ഫാമിലിയിലാണ്, സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടാണ്, യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് വരുള്ളൂ മെസ്സേജ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലൂസ് ആയിട്ടാണ് തരിക, പ്രത്യേകിച്ച് കളക്റ്റീവ് റീഡിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ റീഡിംഗ് കാണാനായിട്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പുതിയ തുടക്കങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി ഒരു എന്താ പറയുക, പുതിയ ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയതായിരിക്കാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് നേടിയെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങൾ വളരെ പ്രൗഡാണ്, നിങ്ങൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ. ഓക്കെ, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അത് നേടിയെടുത്തിട്ടുണ്ട്. അത് ഏത് മേഖലയിലാണ് ഈ പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടുള്ളത്, അവിടെയാണ് ഈ പറയുന്ന മാറ്റം. അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകുന്നു, നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നു. ഇപ്പോൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിൽ നിന്നൊരു പടി മുകളിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പുതിയ, കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. ഇതുവരെ വന്ന അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് അനുഭവമുള്ള ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ കണ്ടു പരിചയിച്ച കാര്യങ്ങളായിരിക്കേയില്ല ഇതിന് ശേഷം, ഈ ഒരു ഉയർച്ചയ്ക്ക് ശേഷം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായിട്ട് കാണുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം ഇത് കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഇത് ന്യൂ സ്റ്റാർട്ടാണ്. ഈ പുതിയ തുടക്കത്തിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ്ലി ന്യൂ റിയാലിറ്റിയിലായിരിക്കും. ഓക്കെ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. Okay, clarify the 6 of Cups.
Clarify the Page of Wands. ഓക്കെ, ഇത് കൂടുതൽ എന്താ പറയണ്ടേ, ഇത് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ഏജ് ഗ്യാപ്പിനൊക്കെ സാധ്യതയുണ്ട്. സോൾമേറ്റ് കണക്ഷൻ എന്നാണ് കിട്ടുന്നത്. ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉള്ള ആ ഒരു കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഈ വ്യക്തിയെ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ എനർജി വളരെ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. ഇവര് നിങ്ങളിലേക്ക് ഒരു ലവ് പ്രപ്പോസലുമായിട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ, ഒരു കൺഫെഷന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെ ഗാർഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലല്ല എന്ന് കിട്ടുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ളവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെ ഗാർഡഡ് ആണ്. നിങ്ങൾ അങ്ങനെ ഒരു ഹൈ ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ഇമോഷൻസിലേക്ക് അത്രയും കണക്ട് ചെയ്യാതെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് ഓക്കെ, ഇമോഷണലിയും കുറച്ചൊന്ന് ഒരു കോൾഡ് എനർജിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ആളാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകണം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കും ഇവരോട് ആ ഒരു താല്പര്യം തോന്നും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു എന്താ പറയണ്ടേ, ഈ ഫെമിലിയാരിറ്റി തന്നെ ഈ ഒരു അട്രാക്ഷന്റെ ഭാഗമായിരിക്കും. നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ചിലപ്പോൾ അവരുടെ കൂടെ തോന്നും. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരാള് അങ്ങനെ കാണുന്നു. നിങ്ങളുടെ എനർജി മാച്ച് ചെയ്യുന്ന ഒരാള് എന്ന് കാണുന്നു. അപ്പൊ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കാം, മെറ്റീരിയൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് ഏത് മേഖലയിലാണ് ഈ എനർജി എന്നുള്ളത് നോക്കുക. ഓക്കെ, നിങ്ങൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടല്ല സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിനെ തടയാനോ നിങ്ങൾ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അത് ഫേസ് ചെയ്യാണ്. വളരെ ഒരു സമാധാനം നിറഞ്ഞ എനർജിയിൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അത് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അത് വന്നു ചേരും. നിങ്ങൾ ഈ ഒരു മേഖലയിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ ഏറ്റവും ഭംഗിയായി തന്നെ നടന്നിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ വളരെ പീസ്ഫുള്ളി നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി സമാധാനത്തോടെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ആയിരിക്കുന്നു. ആ മേഖലയിലാണ് നിങ്ങൾ അത്രമേൽ കാത്തിരുന്നിട്ടുള്ള, നിങ്ങൾ അവിടെ ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് എന്താ പറയുക ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അവിടുത്തെ ലക്ഷ്യത്തെ നിങ്ങൾ കൈവിട്ടിട്ടില്ല. അതേസമയം നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയോ ആൻഷ്യസ് ആകുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ സമാധാനത്തോടെയാണ് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ്, ഓക്കെ, ആ ഒരു പൊസിഷൻ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രയത്നിക്കുന്നത് അത് നിങ്ങളുടെ പെർമനന്റ് റിയാലിറ്റി ആയിട്ട് മാറുക. ആ ഒരു ഏരിയയുടെ പെർമനന്റ് എനർജി ആയിട്ട് അത് മാറുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് അഭിമാനം നൽകുന്ന ഒരു നിമിഷമായിരിക്കും എന്ന് കാണുന്നു. കാരണം നിങ്ങൾ അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പം ലാക്ക് ഓഫ് സപ്പോർട്ട്, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിനെ മനസ്സിൽ സൂക്ഷിച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ആ ഒരു നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. മാത്രമല്ല നിങ്ങൾ സമാധാനത്തോടെയാണ് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക്
എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവൽ തന്നെ പറയാം നിങ്ങളുടെ പെർമനന്റ് എനർജി ആയിട്ട്, നിങ്ങളുടെ ആ മേഖലയിൽ പെർമനന്റ് ആയിട്ട് അത് വരികയാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ മാറിയിട്ട് ഇനി വരുന്നതാണ് കിങ് ഓഫ് വീൽസ് എനർജി, ലോങ് ടേം സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, അപ്പൊ ആ ഒരു ലോങ് ടേമിലേക്കാണ്, പെർമനന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണത്. വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നു, വളരെയധികം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നു, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളും വളരെ പീസ്ഫുൾ ആയിരിക്കും, ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കുറവ് ഫീൽ ചെയ്യില്ല, നിങ്ങൾക്കെല്ലാം കൂടെ ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും. Clarify Ace of Swords. Page of Swords, clarify the Page of Swords. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ആണ്. ഓക്കെ, ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു മേഖലയിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലാണ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസസ് ഫോളോ ചെയ്ത്, ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കണേ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, നിങ്ങളുടെ ആ ഒരു മേഖലയിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന്, ഓക്കെ, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു മാർഗം കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് തെളിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ. ആ കമ്മ്യൂണിക്കേഷൻ ആണ് കീ. അതിലൂടെയാണ് നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ഒരു അവസരം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. അത് ഇവിടെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോണത്. അപ്പം റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നിങ്ങൾ ആൻഷ്യസ് ആക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് കാണുന്നത്. നിങ്ങൾ കുറേ കൂടെ സ്പിരിച്വൽ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ഒരു നല്ല മാറ്റം ഉണ്ടാവുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആ ഒരു മേഖലയിലാണ് ഈ പറഞ്ഞ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പുതിയ തുടക്കങ്ങൾ. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകുക എന്ന് നോക്കാം. Clarify the Ace of Pentacles. Okay, the Star. Clarify Star. Okay. ഇവിടെ എൻഡിങ് എന്ന് പറഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു എൻഡിങ് ആണ്. എന്താണ് എൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കറന്റ്ലി നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ ഏതൊരു ഏരിയയിൽ നിങ്ങൾക്ക് കാര്യമായൊരു നഷ്ടം സംഭവിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്ന്, നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന് ഇനിയും അതിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ആ സങ്കടം ഉണ്ട്, നിങ്ങൾ ഇപ്പോഴും ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു കടക്കുന്നുണ്ട്. ഇത് മാറുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണോ, ഓക്കെ, ആ ഒരു ആഗ്രഹിക്കുന്ന മാറ്റത്തിലൂടെയാണ് ഈ ഒരു എനർജിയിൽ നിന്ന്, ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഹീൽ ആകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് എനർജി ആണെന്ന് പറയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടത് തന്നെയല്ല തിരിച്ചു വരിക. ഓക്കെ, ഇത് പുതിയൊരു എനർജിയാണ് വരുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഫുൾഫില്ലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന, മുന്നോട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നു. മാത്രമല്ല അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഓക്കെ, സ്ഥിരമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇതൊരു നിങ്ങളെ സംബന്ധിച്ച് സമൃദ്ധമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാണെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് എൻഡിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ഗ്രീവിങ് എനർജി, ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ആ നഷ്ടബോധം കൊണ്ട് അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് റിഗ്രറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നിങ്ങൾ പുറത്തു കടക്കുന്നത്. ആ ഒരു എനർജിക്ക് ഇവിടെ ഡെത്ത് സംഭവിക്കുകയാണ്. റീബർത്തിലൂടെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം അവിടെ സബലീകരിച്ച് കുറേയും കൂടെ സ്ഥിരമായ സുരക്ഷിതത്വമുള്ള
ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഈ ഒരു മേഖലയിൽ കടക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് again ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരുപക്ഷെ ഇതിനു മുൻപ് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യവുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു നഷ്ടം ഉണ്ടായപ്പോൾ ആ ഒരു തോൽവി നിങ്ങളെ സംബന്ധിച്ച് ഒരു തോൽവിയായിട്ടാണ് നിങ്ങളത് കാണുന്നത്. സംഭവിച്ചപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കാര്യമായ കോട്ടം തട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പഴയ ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ. നിങ്ങളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഒരു തോൽവി അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ കംപ്ലീറ്റ്ലി അതിന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് അത് അത്രമേൽ നിങ്ങൾക്ക് വേദന തന്നിട്ടുള്ളത് കൊണ്ടാണ്. അത്രമേൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെയും ഒക്കെ ബാധിച്ചത് കൊണ്ട് നിങ്ങളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഓക്കെ. അവിടെ എന്താണ് സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസമൊക്കെ വീണ്ടെടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു മേഖലയിൽ ഏത് തരത്തിലുള്ള മാറ്റമാണോ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ഉണ്ടാകുന്നതിലൂടെയാണ് നിങ്ങൾ ആ സങ്കടത്തിൽ നിന്ന്, നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഹീലാകുന്നത്. അതിലൂടെ അത് മാത്രമല്ല സംഭവിക്കണേ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഓക്കെ, പിന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റീസിൽ നിന്നൊക്കെ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു. ആ നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക്, ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഗ്ലോ അപ്പ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ കറന്റ്ലി അവിടെ ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് എനർജി, അതായത് നിങ്ങൾ അവിടെ ഒന്നിനെയും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നില്ല, വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ കഴിഞ്ഞു പോയ കാര്യം, ഓക്കെ, നഷ്ടപ്പെട്ട കാര്യം, നിങ്ങളെ സംബന്ധിച്ച് തോൽവിയായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഹീൽ ആകാൻ പറ്റുന്നില്ല. ഓക്കെ. അതിൽ നിന്ന് ഹീൽ ആകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. അത് സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകാൻ സാധിക്കുക. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ അതോടുകൂടെ നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ആകുന്നു. മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും ആ ലാക്ക് ഓഫ് കോൺഫിഡൻസും ഒക്കെ നിങ്ങളെ വിട്ടുപോയി നിങ്ങളിൽ ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. Clarify the Page of Swords. Clarify the Three of Pentacles. അടുത്തതായിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് ഗാർഡ് എനർജി ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സഹായങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. ഓക്കെ. പക്ഷെ നിങ്ങൾ ഒരു വാശി പോലെ ഞാൻ സ്വയം തന്നെ കണ്ടെത്തിക്കോളാം, ഞാൻ ഈ സപ്പോർട്ട് ഒന്നും സ്വീകരിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കും, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നല്ല കാര്യമാണ്, നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ ഒരു തരത്തിലുള്ള സപ്പോർട്ട്, ഒരു തരത്തിലുള്ള സജഷൻസ്, അഡ്വൈസസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഒരു പിടിവാശിയാണ് നിങ്ങൾക്ക് അവിടെ, ഒരു തരത്തിൽ നിങ്ങളുടെ ഒരു ഈഗോയാണെന്ന് പറയാം. ഓക്കെ. അവിടെ ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ് വരികയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡൗൺലോഡ് യൂണിവേഴ്സ് നൽകുന്നുണ്ട്. ഈ ഹെൽപ്പ്, ഈ സപ്പോർട്ട് യൂണിവേഴ്സ് അയക്കുന്നതാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുക. ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, സഹായം സ്വീകരിക്കുന്നത് എൻ്റെ വീക്ക്നെസ് ആയിട്ടല്ല കാണുക, അത് ശരിക്കും എനിക്ക് സക്സസ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയം നേടും എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ആ സഹായങ്ങൾ സ്വീകരിക്കാൻ, ആ ഗൈഡൻസ് സ്വീകരിക്കാൻ മടിയില്ലാതാകാണ്. ഓക്കെ. നിങ്ങളപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആരെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു സജഷൻസ് പറയുമ്പോൾ നിങ്ങളത് വളരെ
കൂളായിട്ട് തന്നെ നിങ്ങൾ അത് കേട്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് യെസ് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം അങ്ങനെ. അപ്പൊ ഇപ്പോ വളരെ ഗാർഡഡ് ആയിട്ട് എല്ലാവരെയും അകറ്റി നിർത്തുന്ന നിങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് ഉണ്ടാകുകയാണ്. നിങ്ങളുടെ ആ ഒരു അപ്രോച്ചിൽ മാറ്റം വരികയാണ്. ആ ഒരു ഇപ്പോൾ ഉള്ള ഈ ഒരു ഗാർഡഡ് ഡിസ്റ്റന്റ് എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് നിങ്ങൾ കുറേ കൂടെ കോപ്പറേറ്റീവ് ആവുന്നു എന്നാണ് ഞാൻ കേൾക്കണേ. കുറേം കൂടെ ആ സജഷൻസും സപ്പോർട്ടും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണ്. ഓക്കെ, ഈ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നിങ്ങൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്രോച്ചിൽ ഡിഫറൻസ് വരുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. Clarify the Hermit. Clarify the Chariot. നിങ്ങളുടെ ഒരു ഏകാന്തവാസം അവസാനിക്കുന്നു എന്ന് കേട്ടു ഞാൻ. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഹെർമിറ്റ് എനർജിയിലായിട്ടാണ് കാണുന്നത്. പൊതുവെ ആരെയും അധികം എന്റർടൈൻ ചെയ്യാതെ, ഒരു തരത്തിലുള്ള ആളുകളുമായിട്ട് അധികം കോണ്ടാക്ട് കീപ്പ് ചെയ്യാതെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മാത്രം കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് ഇപ്പോൾ വളരെ ഡിഫറെന്റ് ആണ്. ആ ഒരു ഹെർമിറ്റ് മോഡ് അല്ലെങ്കിൽ ആ ഒരു ഹെർമിറ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുകയാണ്. ആ ഐസൊലേറ്റഡ് ലൈഫ് നിങ്ങളുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പുതിയ എനർജീസിനെ മീറ്റ് ചെയ്യുന്നു. നിങ്ങൾ കുറേയും കൂടെ പേഷ്യൻ്റ് ആയിട്ട്, ഗ്രൗണ്ടഡ് ആയിട്ട്, കുറേ കൂടെ മെച്ചുവർ ആയിട്ടാണ് നിങ്ങൾ ഇനി ആയിരിക്കാൻ പോകുന്നത്. ഓക്കെ, പുതിയ ആളുകളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, പുതിയ ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിലായിരിക്കും ആ കൺട്രോൾ. ഓക്കെ, നിങ്ങൾക്ക് ആ മുന്നത്തെ ഒരു വൾണറബിലിറ്റി അധികം കാണുന്നില്ല. കുറേ കൂടെ മെച്ചുവർ ആയിട്ട് നിങ്ങൾ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, കോൺവെർസേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. നിങ്ങൾ വളരെയധികം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുന്നതായിട്ട് കാണുന്നു. ഒരു കാര്യമായ ഒരു ഷിഫ്റ്റ്, ഒരു അപ്ഗ്രേഡ് നിങ്ങളുടെ അപ്രോച്ചിൽ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹെർമിറ്റ് മോഡ് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ഏകാന്തവാസം അവസാനിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങള്, ഈവൻ പാർട്ട്ണർഷിപ്പ് വരെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക. കാരണം ഈ ഒരു ഹെർമിറ്റ് മോഡ് അവസാനിച്ച് പോകേണ്ടതാണ്. ഇനി ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ, സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർപാർട്ട് ഒക്കെ വരേണ്ട സമയമാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട തുടക്കങ്ങളും അവസാനങ്ങളും. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയത് നോക്കാം. പുണർദം, മകയിരം, ഉത്രാടം, പൂരാടം, പൂരം, അനിഴം, ആയില്യം, അത്തം. രാശികൾ കിട്ടിയത് കർക്കടകം രാശി, കുംഭം രാശി, വൃശ്ചികം രാശി. ഓക്കെ, പിന്നെ തീയതികൾ കിട്ടിയിട്ടുള്ളത് 8, 11, 18, 19, 23, 25, 30. ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, പ, എ, അ, ഠ, ർ, ഴ, ഇ. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ റീഡിംഗ് നിങ്ങളുടേതാകുക. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പ്സിൽ ഏതെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടത് മറക്കാതെ ചന്ദ്രഗന്ധ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം.
കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പുതിയ തുടക്കങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കാണുന്നത് നിങ്ങളിൽ തന്നെ സംഭവിക്കുന്ന ഒരു പുതിയ ഒരു മാറ്റമാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, ഇതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങളെ നോക്കി കാണുന്ന ആ ഒരു രീതി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് കുറവുകൾ കാണുന്നുണ്ട്, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ ഒരു വർഷത്തിനുള്ളിൽ അതെല്ലാം കംപ്ലീറ്റ്ലി മാറി മറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ആണ് സംഭവിക്കുന്നത്. നിങ്ങളായിട്ട് തന്നെ എടുക്കുന്ന, കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻസ്, ഓക്കെ, നിങ്ങളാണ് ഈ സബ് കോൺഷ്യസ് ബിലീഫിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്, റീറൈറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആ ഒരു സ്റ്റെപ്സ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും നിങ്ങൾ എന്താ പറയാ മാറ്റി നിങ്ങളുടെ ആ ഒരു മോസ്റ്റ് കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഗ്ലോ അപ്പ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു ഗ്ലോ അപ്പ്. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഓക്കെ, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വർഷമാണിത്. അതുപോലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള സ്ട്രഗിൾസ് ഒക്കെ മാറി. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ബേർഡൻസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കടങ്ങൾ അല്ലെങ്കിൽ ലോൺ ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം കിട്ടാത്തൊരവസ്ഥ കാണുന്നു. നിങ്ങൾ ഇനി ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് കണ്ടെത്താൻ ശ്രമിച്ചാൽ തന്നെ അതിൽ ഒരുപാട് തടസ്സങ്ങൾ കാണുകയാണ്. ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പൊ എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എന്താ പറയാ പ്രയത്നിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് വർക്ക് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ആ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിൽ അതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭദ്രത, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങൾ നേടിയെടുക്കുന്നത്. ഓക്കെ, ഇപ്പോഴുള്ള പ്രാരാബ്ധങ്ങളൊക്കെ നിങ്ങൾ വിട്ടൊഴിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് കാണുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ. Clarify the Princess of Coins. Clarify the Princess of Coins. ഓക്കെ, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സംതിങ് യു ഡിസേർവ്. ഓക്കെ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഫ്രൂവിഷനിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ വലിയ ഒരു വിജയമായിട്ട് മാറുന്നു. ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് എക്കാലത്തും നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്ന നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എക്കാലത്തും ആളുകളെ അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും എന്നും കൂടെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു നെയിം, ഫെയിം, സക്സസ് ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളെടുത്ത എഫേർട്ട്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ നേടിയെടുക്കുന്നതിന് നിങ്ങൾ എടുത്തിട്ടുള്ള ആക്ഷൻസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഡെഡിക്കേഷനിലൂടെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാൻ സാധിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് കുറേ കൂടെ ബാലൻസ്ഡ് ആകുന്നു, കുറേ കൂടെ ഹാർമോണിയസ് ആകുന്നു എന്ന് കാണുന്നു. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിലാണോ ഈ പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കുന്നത്. യാത്രകൾ ഉണ്ടാവാം, ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ലൈഫിലും പുരോഗതി. ഓക്കെ, ലൈഫിലും നിങ്ങൾ ഒരുപാട് ഇപ്പോഴുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരുപാട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട്.
നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടല്ലോ, ഇത് ഈ ഒരു പേരും പ്രശസ്തിയും കിട്ടുന്നത് അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലാരിഫൈ ദ 5 swords. ഓക്കെ, പിന്നെ നിങ്ങളുടെ വേറൊരു മാനിഫെസ്റ്റേഷനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ. ഓക്കെ, അവിടെ എന്താണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ അതിൽ സംശയിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും ഒരു ഒപ്റ്റിമിസ്റ്റിക്, നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല, അങ്ങനത്തെ ഒരു തോന്നലാണ് ഉള്ളിൽ ശക്തമായിട്ടുള്ളത്. ഇനിയുള്ള ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്തയ്ക്കാണ് മാറ്റം വരുന്നത്. നിങ്ങൾ സ്വയം പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആ ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് നിങ്ങൾ വിഷൻ ചെയ്യുന്നത്. എപ്പോഴും പോസിറ്റീവ്ലി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ആ പ്രതീക്ഷയോടെയും ഒരു വിശ്വാസത്തോടെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല വാർത്തകൾ, ഓക്കെ, നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് നല്ല അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾ തേടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്കാണ് ഇവിടെ കടക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നത്, ഒരു ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അത് റിലീസ് ചെയ്യാണ്. ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങൾ ഇവിടെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. കുറേ കൂടെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആകുന്നു, സ്റ്റേബിൾ ആകുന്നു, പേഷ്യന്റ് ആകുന്നു. അങ്ങനെ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് ആ പാറ്റേൺ നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്യാണ്. നിങ്ങളുടെ മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾ കടന്ന് നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ മാറ്റിയെടുക്കുന്നതാണ് നമുക്ക് ഈ ഒരു വർഷത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ കാര്യമായ ചേഞ്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ കാണാൻ സാധിക്കും. അതിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് അത് 99% നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന മാറ്റങ്ങളായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന തുടക്കങ്ങൾ, പുതിയ തുടക്കങ്ങൾ, നല്ല മാറ്റങ്ങളൊക്കെ. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിൽ, പ്രത്യേകിച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെയധികം പുതിയ സ്കില്ല് പഠിക്കുക, പുതിയ കാര്യങ്ങൾ, അറിവുകൾ നേടുക, നേടിയ അറിവുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാര്യമായിട്ട് ഫുൾ ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അവിടെ ആ പഠിച്ചെടുക്കുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നേടണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് പഠിക്കുകയാണ്. നിങ്ങളത് ആ ഒരു അറിവ് നേടിയെടുക്കുന്നു, ആ സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ഫേസ് അവസാനിക്കുകയും നിങ്ങൾ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാർഡ് വർക്കിംഗ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടാവില്ല. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ട്. അതായത് എന്തും ഞാൻ സ്ട്രഗിൾ ചെയ്താലേ എനിക്ക് നേടാൻ പറ്റൂ, എന്തൊരു കാര്യവും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നാൽ മാത്രമേ നേടാൻ പറ്റൂ. അത് ചിലപ്പം നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു വിശ്വാസമായിരിക്കില്ല, നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കും. ഓക്കെ, കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെ കണ്ടീഷൻ ചെയ്ത ആ രീതിയിലാണ്. എന്തും എളുപ്പത്തിൽ ലഭിക്കില്ല, വലിയ വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ അതനുസരിച്ച് അത്രയും കഷ്ടപ്പെടണം,
ഒരു കാര്യം കഷ്ടപ്പെടാതെ കിട്ടില്ല എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ളത്, ആ വിശ്വാസം നിങ്ങൾ മാറ്റണം. ആ പാറ്റേൺ നിങ്ങളവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ഏതൊരു കാര്യവും നമുക്ക് അനായാസം നേടിയെടുക്കാം, എന്തൊരു ആഗ്രഹത്തിനെയും നമുക്ക് അനായാസം നമ്മുടെ യാഥാർത്ഥ്യമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തിന് മാറ്റം വരികയാണ്. അപ്പൊ ആ ഒരു എന്താ പറയണ്ടേ, കഷ്ടപ്പെട്ടാലേ ഫലം ഉണ്ടാകൂ എന്നുള്ള ആ ഒരു തോട്ട്, ആ ഒരു വിശ്വാസമാണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾ കാരണം ഈ ഒരു മേഖലയില്, ഈ ഒരു പെർട്ടിക്കുലർ മേഖലയില് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കാണ്, ഒരുപക്ഷെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കുറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എടുക്കുന്ന സമയത്ത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയിലാണോ ആയിരിക്കുന്നത്, ആ എനർജിയാണ് പ്രാധാന്യം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ എന്താ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അനായാസം നേടിയെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാവും. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വിശ്വാസങ്ങൾ, ഓക്കെ, അതൊക്കെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. മാത്രമല്ല ഈ സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് കുറേയും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഒരു സംതൃപ്തി നിറഞ്ഞ, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഒക്കെയുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഓക്കെ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും അത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തി നൽകുന്ന മാറ്റങ്ങളായിരിക്കും. Clarify the Emperor. Okay. Clarify the Lovers. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണ്. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. വളരെ എവിഡന്റ് ആണിത്. ഓക്കെ, മെസ്കുലിൻ എനർജിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ, ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ ഒരു എനർജിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിവൈൻ യൂണിയനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ, ലോങ് ടേം കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളിൽ ഒരുപാട് ഭയമുണ്ട്, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ആയാലോ, പ്രശ്നങ്ങൾ ഉണ്ടായാലോ, അത് നിങ്ങളുടെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ആവണമെന്നില്ല. ഓക്കെ, ചുറ്റുമുള്ളവരുടെ ലൈഫിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ ഒരു ഭയം കയറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ഒരു ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായാലോ, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. നെഗറ്റീവ് തോട്ട്സ് ഒരുപാടുണ്ട്. ഓക്കെ, അത് എങ്ങനെയൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാം എന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതാണ് നിങ്ങൾ വിഷൻ ചെയ്യുന്നത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ മാറ്റം വരികയാണ്. നിങ്ങൾ അതിൽ നിന്ന് ഓൾറെഡി നിങ്ങൾ അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന്, നിങ്ങളുടെ ഈ ഒരു ഷാഡോ സൈഡിനെ നിങ്ങൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ തന്നെ ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ടെൻഡൻസി, ഓവർ തിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി, ആ നെഗറ്റീവ് തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പ്രോഗ്രസിങ് സ്റ്റേജിലാണ്. ഓക്കെ, കുറേ കാര്യം നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. കുറെ ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങളിപ്പോ ഒരുപാട് നിങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഒരു വർഷത്തിന് ശേഷം, പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ഭയങ്ങള്, ആശങ്കകള് ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്വീകരിക്കുന്നതിന്, ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കംപ്ലീറ്റ്ലി അതിന് റെഡി ആകുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനും ആ ഒരു റിലേഷൻഷിപ്പിലാകുന്നതിനും നിങ്ങൾ പൂർണ്ണമായിട്ടും റെഡി ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക്, ആ മാരേജിലേക്ക് പോകാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുന്നത് കാണുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ താല്പര്യമുണ്ട്, ഒരു കൂട്ട് വേണം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് റിയാലിറ്റിയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വേണ്ട ശരിയാവില്ല, അല്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഉണ്ടായാലോ, അങ്ങനെ സംഭവിച്ചാലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായാലോ, പ്രശ്നങ്ങളായാലോ, ഇപ്പൊ സമാധാനം ഉണ്ട്, ഞാൻ സമാധാനം ഉള്ളത് പോയാലോ, ഇങ്ങനത്തെ ഒക്കെ ഒരു ചിന്തകളാണ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട്. ആക്ഷൻ എടുക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇനി ഒരു വർഷത്തിനുള്ളില് നിങ്ങൾ വളരെയധികം ഈ ഭയങ്ങളൊക്കെ നിങ്ങളെ വിട്ടു പോവുകയും, ഓക്കെ, അങ്ങനെ ആ വ്യക്തിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ആ റിലേഷൻഷിപ്പിലാകാൻ ഞാൻ തയ്യാറാണ്, വിവാഹത്തിന് ഞാൻ തയ്യാറാണ്, ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാണ്. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സും, ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും, ഈ ലോ വൈബ്രേഷണൽ തോട്ട്സ്, അല്ലെങ്കിൽ
ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ടെൻഡൻസി, ഓവർ തിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു. Clarify the judgment. Clarify the Five of Pentacles. Okay. ഇപ്പൊ നിങ്ങൾ ഒരു സോളിറ്റ്യൂഡ് എനർജിയിലാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചൊരു സോളിറ്റ്യൂഡ് എനർജിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കുറേം കൂടെ നിങ്ങളൊരു ഹെൽത്തി വേർഷനിലേക്ക് മാറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീലിംഗ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിൽ തന്നെ ഒരു കംപ്ലീറ്റ്നെസ്, അപൂർണത അനുഭവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു അവേക്കണിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിന്യൂവൽ, ഒരു റീബർത്ത് സംഭവിക്കുന്നുണ്ട് ഈ ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ. അപ്പൊ നിങ്ങൾ എന്താ ഉണ്ടാവണ വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, ഒരൊറ്റപ്പെടൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയണ്ട, ഒരു ലാക്ക് മൈൻഡ് സെറ്റ്. ഓക്കെ, ഒന്നിലും തൃപ്തിയില്ലാതെ, പോരാ പോരാ, ഇല്ല ഇല്ല എന്നുള്ള തോന്നൽ കൂടുതൽ. ഓക്കെ, അങ്ങനത്തെ ഒരു, അതിനെയാണ് ഈ ലാക്ക് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത്. എന്തുണ്ടായാലും ഇല്ല, പോരാ, ഇത്ര അല്ല, ഇതല്ല, വേണ്ട, അങ്ങനെ ഉള്ളതിലേക്ക് എന്തൊക്കെ എനിക്ക് ഉണ്ട് എന്നുള്ളതിന് പകരം എന്തൊക്കെ എനിക്കില്ല എന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതിന്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നതിന്, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതാണ് ലാക്ക് മൈൻഡ് സെറ്റ് ഉള്ളവർ ചെയ്യുക. ഈ ഒരു കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവുന്നു, ഒരു മാറ്റം. ഈ പറയുന്ന എനർജീസ് ഒക്കെ അവസാനിക്കുകയാണ്. കാരണം നമുക്ക് വേൾഡ് കാർഡാണ് കിട്ടുന്നത്. ആ ഫേസ് അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഒരു പുതിയ ഫേസിലേക്ക്, പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടക്കുന്നു. ഈ ഒരു മാറ്റം നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡാണിത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എത്രത്തോളം ആ സെൽഫ് ലവ്, സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ ഒരു ഡെഡിക്കേഷനോടുകൂടെ ചെയ്യുന്നു, ആ ഹീലിംഗ് ഒക്കെ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഫലം കാണാനായിട്ട് സാധിക്കുക. അതെപ്പോഴും മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ ഒരു കംപ്ലീഷൻ നിങ്ങളിൽ തന്നെ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ അത്രയും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ, ഈശ്വരൻ നൽകുന്ന അനുഗ്രഹങ്ങളെ കണ്ടെത്താൻ ആയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, ആനന്ദം അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്. അത് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം, ആരോഗ്യപരമായിട്ടായിരിക്കാം, ഒരു ഒറ്റപ്പെടൽ, കൃത്യമായി സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ഈ ഒരു ലാക്ക് മൈൻഡ് സെറ്റ്, ഓക്കെ, അതിന്റെ ഒരു സ്ട്രോങ് പ്രസൻസ്, അനാവശ്യമായിട്ടുള്ള പേടികൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവുകയാണ്. ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കാണ്. കുറെ പോസിറ്റിവിറ്റി ഉള്ള, ഒരുപാട് ഫുൾഫിൽമെന്റ്, ഒരുപാട് സംതൃപ്തി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ ജീവിതത്തിൽ കടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് കിട്ടുന്ന അംഗീകാരമാണ്, എഫേർട്ടിന് കിട്ടുന്ന റിവാർഡാണ്. Clarify the Page of Swords. Clarify the Queen of Swords. Okay. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് പറയുന്നത്, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുക. അപ്പൊ നിങ്ങളുടെ കംഫർട്ട് സോൺ, ആ സേഫ് സോണിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സാഹചര്യത്തിൽ നിങ്ങൾ അവസാനം ഇടാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് മാറുന്നു. നിങ്ങളത് ഓൾറെഡി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു മാറ്റം, ഈ കംഫർട്ട് സോണിൽ പുറത്ത് കടന്നിട്ടുള്ള നിങ്ങളുടെ ഡിസയർഡ് റിയാലിറ്റി, അത് നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കംഫർട്ട് സോണിലായിരിക്കുന്ന ആ ഒരു ഫേസ് അവിടെ അവസാനിക്കുകയാണ്. മാത്രമല്ല കുറേയും കൂടെ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ
ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണോ അതിൽ നിന്നും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു ഭാഷ തന്നെ പഠിച്ചെടുക്കാം, അതിൽ നിങ്ങൾ ഫ്ലുവന്റ് ആവാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അതിൽ വളരെ നല്ലൊരു ഡിഫറൻസ് വരാം. അതിനൊക്കെ ഉള്ള ഒരു സാധ്യത, അതിനൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നു. നിങ്ങൾ പുതിയ ഭാഷ പഠിക്കുന്നു, അതൊരു സ്കിൽ തന്നെയാണ് അല്ലെ, അങ്ങനെ പഠിക്കുന്നു. പിന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവുന്നു, നിങ്ങൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ അറിവുകൾ നിങ്ങൾ നേടുകയാണ്. ഏത് മേഖലയിലാണോ നിങ്ങൾ എന്താ പറയാ കരിയർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രൊഫഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അവിടെ നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടുന്നു. ആ അറിവുകളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കുറെ കൂടി ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒക്കെ എവിടെയും നിങ്ങൾ ആ ഒരു ഗ്രേസ്ഫുൾ എനർജിയിലായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അൺബയാസ്ഡ് ജഡ്ജ്മെന്റ്സ് ചെയ്യാൻ സാധിക്കുന്ന, ഓക്കെ, ഒരു തരത്തിലും എന്താ പറയാ ഒരു ബയാസ്ഡ് അല്ലാതെ ജഡ്ജ്മെന്റ്സ് ചെയ്യാൻ സാധിക്കുന്ന, കൃത്യമായി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോ പറയുന്നിടത്ത് നോ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വളരെ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയട്ടെ ഒരു നിങ്ങളുടെ കുറേം കൂടെ ഒരു ഹെൽത്തിയർ വേർഷൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ ഇത് ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങളുടെ യൂണിവേഴ്സ് അത് കൺഫേം ചെയ്യാണ്, അത് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ തോന്നൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അറിയുകയും ചെയ്യാം. നിങ്ങളുടെ മനസ്സിലൊരു സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് ഇത് ചെയ്താലോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് കൺഫേം ചെയ്യാണ് അത് ചെയ്യണം. ഓക്കെ, ട്രസ്റ്റ് മീ, ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ കാര്യമായ ചേഞ്ചസ് കാണും. ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിന് ശേഷമുള്ള നിങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതായിരിക്കും. പക്ഷെ ആ മാറ്റം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. അങ്ങനത്തെ ഒരു കുറെ കൂടെ പവർഫുൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടെ ഒരു പവർഫുൾ പൊസിഷനിലാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ, നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ ഡെഫിനറ്റ്ലി ചെയ്യണം. ഓക്കെ, ഏത് മെത്തേഡാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ മെത്തേഡ് വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, അലൈൻഡ് ആക്ഷൻസ് എടുക്കുക. ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വളരെയധികം ഫ്ലുവന്റ് ആകുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷനെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലില് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിനേക്കാൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വളരെ ഫ്ലുവന്റ് ആയി ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു രീതി, നിങ്ങളിപ്പോൾ ഒരു സ്പീച്ച് നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ നൽകുകയാണെങ്കിൽ ഒക്കെ ആ ഒരു നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് പേരെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപാട് പേരെ നിങ്ങളൊരു റോൾ മോഡൽ ആയിട്ട് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ലെവലിലേക്ക് ഒരു ചേഞ്ച്, ഒരു ഗ്രോത്ത്, നിങ്ങൾക്ക് ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നതിന്റെ ഒരു എനർജി ഇവിടെ കാണുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കംഫർട്ട് സോണിലായിക്കൊണ്ടുള്ള നിങ്ങളുടെ ലൈഫ്, ഓക്കെ, ഈ ഒരു ഇത്രയും എക്സ്പോഷർ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിങ്ങൾക്കൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്. അതിനുള്ളൊരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയാണ്. ആ ഒരു ഫേസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ അവസാനം. അവസാനിക്കുന്ന എന്താ, നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ള ജീവിതം അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. പുറത്ത് വെക്കുക. ഈ ക്യാപ്സ്യൂൾ ക്ലൂസിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആകാം കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നക്ഷത്രങ്ങൾ എടുക്കാം. തിരുവാതിര, മകം, ചതയം, തിരുവോണം, അനിഴം, രേവതി, ചോതി, കാർത്തിക, അവിട്ടം. ഇനി രാശികൾ എടുക്കാം. കർക്കടകം രാശി, മകരം രാശി, ഇടവം രാശി. പിന്നെ നമുക്ക് മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് കുംഭം, ഇടവം, മകരം,
തുലാം. ഓക്കെ, ഇനി നമുക്ക് വെള്ളിയാഴ്ച കിട്ടിയിട്ടുണ്ട്. തീയതികൾ കിട്ടിയിട്ടുള്ളത് 2, 4, 5, 9, 10, 16, 28, 31. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന, ല, ച, ഭ, ങ, ഇൻ, എ, ഔ, ഖ, ര, മ, ഥ, ഭ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.